നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. അഴിമതിയിൽ വിശദ അന്വേഷണം. മന്ത്രി CN ബാലകൃഷ്ണനെതിരായ കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച് വിജിലൻസ്. മന്ത്രിയുടെ ഓഫീസിലേക്ക് മദ്യഷോപ്പുകളിൽ നിന്ന് പണം എത്തിച്ചു എന്ന ആരോപണം അന്വേഷിക്കണം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത മാസം 4-ന് സമർപ്പിക്കണമെന്നും തൃശൂർ വിജിലൻസ് കോടതി. കൺസ്യൂമർ ഫെഡ് വഴി വിറ്റ വിദേശ മദ്യത്തിന്റെ ഇൻസെന്റീവ് തുകയിൽ ക്രമക്കേടെന്ന് വിജിലൻസ്. മദ്യവിൽപ്പന കൂടിയിട്ടും ഇൻസെന്റീവ് കുറഞ്ഞു. ത്രിവേണി വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് കരാർ നൽകിയത് ടെൻഡർ വിളിക്കാതെയെന്നും വിജിലൻസ് റിപ്പോർട്ട്. വിദേശ മദ്യം വാങ്ങിയതിൽ 5 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ മന്ത്രിക്കെതിരെ ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് ഫെബ്രുവരി 18-ന്. കേസിൽ CN ബാലകൃഷ്ണന് പുറമെ മുൻ കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് ജോയ് തോമസും മുൻ MD റിജി ജെ നായരും പ്രതികൾ. തൃക്കാക്കരയിൽ ബെന്നിയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരനെ പഴിച്ച് ബെന്നി ബെഹനാൻ. തൃക്കാക്കരയിൽ താൻ മത്സരിക്കുന്നതിനോട് KPCC അധ്യക്ഷന് താൽപര്യമില്ലാത്തതിനാൽ പിന്മാറുന്നുവെന്ന് പ്രഖ്യാപനം. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരെയും പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിശദീകരണം. ബെന്നിയുടെ നാടകീയ പിന്മാറ്റം കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് തൊട്ടുമുമ്പ്. പുതിയ സ്ഥാനാർത്ഥി ആരായാലും സഹകരിക്കുമെന്നും പിന്മാറ്റം അറിയിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ബെന്നി ബെഹനാൻ. മണ്ഡലത്തിൽ പകരം സാധ്യത PT തോമസിന്. ഇരിക്കൂർ, തൃപ്പൂണിത്തറ, കോന്നി മണ്ഡലങ്ങളിൽ KC ജോസഫ്, K ബാബു, അടൂർ പ്രകാശ് എന്നിവർ മത്സരിക്കും. KPCC അധ്യക്ഷന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ച് ആരോപണ വിധേയരെ മത്സരിപ്പിക്കാൻ ധാരണയായത് മുഖ്യന്റെ കരുനീക്കത്തിൽ. VSന്റെ ചാട്ടുളി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായ ആരോപണങ്ങളിൽ വിമർശനവുമായി VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിക്ക് നേരെയുള്ള ആരോപണങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ്. സരിതയുടെ വിവാദ കത്തിൽ സമഗ്ര അന്വേഷണം വേണം. ആരോപണങ്ങൾ തെറ്റെങ്കിൽ ഉമ്മൻചാണ്ടി അത് തെളിയിക്കണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ പൊതുരംഗം മലിനസമാക്കിയെന്നും ആക്ഷേപം. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ ജനം വിലയിരുത്തുമെന്ന് ഉമ്മൻചാണ്ടി. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. പുറത്തുവന്ന വെളിപ്പെടുത്തലിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. സർക്കാർ അധികാരത്തിൽ. ജമ്മു കാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി മെഹബൂബ മുഫ്തി. BJP PDP സർക്കാർ വീണ്ടും അധികാരത്തിലേറിയത് 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മെഹബൂബയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഗവർണർ NN വോറ. BJP നേതാവ് നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയായി തുടരും. മന്ത്രിസഭയിൽ ആഭ്യന്തരവും ധനകാര്യവും PDPക്ക്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ച് കോൺഗ്രസ്. അസമും ബംഗാളും ബൂത്തിൽ. പശ്ചിമ ബംഗാളിലും അസമിലും ആദ്യഘട്ട വോട്ടെടുപ്പ്. മാവോയിസ്റ്റ് സ്വാധീനം പ്രകടമായ ബംഗാളിലെ ആദിവാസി മേഖല ഉൾപ്പെട്ട ജംഗിൾ മഹലിൽ 18 മണ്ഡലങ്ങളിലും അസമിലെ 65 മണ്ഡലങ്ങളിലും പോളിംഗ്. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സുരക്ഷ കണക്കിലെടുത്ത് പോളിംഗ് സമയം വൈകിട്ട് 4 വരെയായി ചുരുക്കി. അസമിൽ ആദ്യഘട്ട ജനവിധി തേടുന്നവരിൽ കോൺഗ്രസ് നേതാവ് തരുൺ ഗൊഗോയ്, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർബാനന്ദ സോനോവാൾ എന്നിവരും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2650 രൂപ, പവൻ 21,200 രൂപ, വെള്ളി ഗ്രാമിന് 65 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.